എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ പോവുകയാണ്. അതിന് സപ്പോർട്ടായിട്ട് നമ്മുടെ ആരും രാജേട്ടൻ വന്നോളൂ പ്ലീസ്. രാജേട്ടൻ പ്ലീസ്. അപ്പൊ രാജേട്ടൻ എന്റെ മുന്നിലേക്ക് ഒരു ആങ്കറായിട്ടല്ല, രാജേട്ടൻ ഒരു ന്യൂസ് റിപ്പോർട്ടറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സഞ്ജുവിനോട് ചേട്ടൻ ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു ചെന്നൈ മാച്ച്, എങ്ങനെയാണ് ഈ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നത്, എങ്ങനെയാണ് ഈ സിക്സർ കളിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കിയാലോ. സഞ്ജു സാംസനെ എല്ലാവരും മനസ്സിൽ ധ്യാനിച്ചോളൂ. സഞ്ജു സാംസൺ വരാൻ പോവുകയാണ്. രാജേട്ടാ പ്ലീസ്. ഓക്കെ, നമ്മുടെ പ്രിയ താരമാണ് നമ്മുടെ മുമ്പിലുള്ളത്, നമ്മുടെ ഏറ്റവും പ്രിയനായിട്ടുള്ള സഞ്ജു സാംസൺ. എങ്ങനെയാണ് സഞ്ജു സാംസൺ താങ്കൾ ആ ചെന്നൈയുമായിട്ടുള്ള മാച്ചിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്തത്? ഇല്ല കേട്ടോ, ചെന്നൈയായിട്ടുള്ള മാച്ചസിൽ വളരെ വളരെ ഇഷ്ടമുള്ള മാച്ചസ് ആയിരുന്നു. ഭയങ്കര പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ധോണിയും ഭായിയും നമ്മുടെ രോഹിത് ഭായിയും ഒക്കെ ഉള്ള സപ്പോർട്ടാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. കാരണം മച്ചാട് വരുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകാറുണ്ട്. മച്ചാട് ക്രിക്കറ്റ് കളിക്കാൻ നേരത്തെ നമ്മൾ പല ചേട്ടന്മാരും ഈ പള്ളിയുടെ പല ആളുകളും നമ്മുടെ ക്രിക്കറ്റ് കളിക്കാൻ നേരത്തെ ബോൾ എറിയും. പക്ഷേ കഴിഞ്ഞ